ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ അതായത് അടുക്കളയിൽ നിൽക്കുകയാണ് രാവിലെ. ഇന്ന് ഒരു അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. ലഞ്ച് ആക്ച്വലി പറഞ്ഞാൽ ഇന്നിപ്പോൾ ലഞ്ച് ആവശ്യമില്ല, ഞങ്ങൾ ലഞ്ചിന് പുറത്തേക്ക് പോവാണ്. പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഇപ്പോൾ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്, ബോച്ചേൻ്റെ അമ്മയുടെ. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ഔട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി, ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി. അപ്പോൾ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ, ഷുഗർ മുതലായ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കും പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനിന്ന് അത്തരം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. ചാമ അരി വെച്ചിട്ട്, ദാറ്റ് ഈസ് ലിറ്റിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ, ലിറ്റിൽ മില്ലറ്റ്. മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ചെറുധാന്യങ്ങളാണ്. ഈ മില്ലറ്റ്സിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ പോഷകമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫൈബറും ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. റിച്ച് ഇൻ ഫൈബർ, ഡയറ്ററി ഫൈബർ, സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഏറ്റവും കൂടുതലുള്ളൊരു കാര്യമാണ്. ഒരു 3-4 കാര്യങ്ങളുണ്ട്. അതിൽ ഇത് ലിറ്റിൽ മില്ലറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ലിറ്റിൽ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചാമയരി. അപ്പോൾ ഇതിനൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിടണം. അപ്പോൾ ഞാൻ രാത്രി തന്നെ വെള്ളത്തിലിട്ടുന്നു. 1 കപ്പ് എടുത്ത് വെള്ളത്തിലിട്ടു. അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകുക, ആദ്യത്തെ ഒരു കഴുകൽ. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് കഴുകിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് നല്ല ഫ്രഷ് വെള്ളം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം നമ്മൾ കളയില്ല, ആ വെള്ളത്തിൽ തന്നെ ആയിരിക്കും ഇനി വേവിച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഈ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. നമ്മൾ ഒന്ന് കഴുകുക, ഒരുപാട് കഴുകി കളയരുത്. എന്നിട്ട് ആ കഴുകി എടുത്തിട്ട് പിന്നെ ഫ്രഷ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുതിരാൻ വയ്ക്കുക. ഒരു 8 to 10 hours കുതിരാൻ വയ്ക്കുന്നത് നല്ലത്. ഓവർനൈറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് അത് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അരയ്ക്കുകയാണെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കുക. ഇപ്പോൾ ഉപ്പുമാവായതുകൊണ്ട് ഉപ്പുമാവിന് ആ വെള്ളം തന്നെ ഉപയോഗിക്കുന്നു. എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ നമുക്ക് വേറെ ചേർക്കാം. തുടങ്ങാം അല്ലേ? പെട്ടെന്ന് അധികം സമയമില്ല, അതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങൾ. ഇതൊരു വെജിറ്റബിൾ ചാമ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ചാമയരിയിലും മിക്സ്ഡ് വെജിറ്റബിൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് അരിഞ്ഞൊക്കെ വെച്ചു, കാണിച്ചു തന്നിട്ടില്ല, അതേ നോക്കിക്കോളൂ. ഇതിപ്പോൾ ബീൻസ് ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. ഇത് ഫ്രോസൺ ആണ്, അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി കുക്ക്ഡാണ്, പെട്ടെന്നാകും. പിന്നെ അതുപോലെ ക്യാരറ്റ് എടുത്തു, ഒരു വലിയ ക്യാരറ്റ്, ഇതൊരു 8 എടുത്തിട്ടുണ്ട്. ഗ്രീൻസ് ഇത് ഏകദേശം ഒരു 1/2 കപ്പ് എടുത്തിരുന്നു. പിന്നെന്താ, കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് സവാള ഷോർട്ടേജ്, അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ കൊച്ചുള്ളി ആയിക്കോട്ടെ, ഒരു 10-15 കൊച്ചുള്ളി അതൊക്കെ ഉള്ളതുപോലെ. സവാള ആയാലും മതി, അങ്ങനെയാണെങ്കിൽ 1 സവാള. ഇത് 2 പച്ചമുളക്, ഇത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാമ അരി. കണ്ടു കഴിഞ്ഞാൽ തന്നെ പോലെ തന്നെ ചെയ്തു ഇരിക്കുന്നത്. ഓക്കെ, ഇത് ഓവർനൈറ്റ് കുതിരൽ കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഊറ്റിയിട്ട് തിളപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് വയ്ക്കാം. ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യും, പ്ലസ് എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ അതും യൂസ് ചെയ്യും. അതൊരു സൈഡിൽ തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ചാമയരി കുതിരാൻ വെച്ച വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലിരിക്കട്ടെ. അടുപ്പ് ഞാൻ കത്തിച്ചിട്ട് ഇനി നമുക്ക് താളിക്കൽ പരിപാടിയൊക്കെ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ നെയ്യിൽ താളിക്കാം. അപ്പോൾ ഇത് കുറച്ച് പ്രോട്ടീൻ ഫൈബർ റിച്ച് ആണ്, അപ്പോൾ നല്ല ഫാറ്റ് കണ്ടൻറ്റ്. അപ്പോൾ നെയ്യ് നല്ലതാണ് ആരോഗ്യത്തിന്. അപ്പോൾ കുറച്ച് നെയ്യ്, എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കണം. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം, ശുദ്ധമായ പശുവിൻ നെയ്യ്. ഒന്ന് ചൂടാകട്ടെ. സാധാരണ താളിക്കൽ തന്നെയാണ്. കടുക്, കുറച്ച് ഉഴുന്നുപരിപ്പ് വേണമെങ്കിൽ ഇടാം. അപ്പോൾ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഇഞ്ചി, പച്ചമുളക്, പച്ചമുളക്, കൊച്ചുള്ളി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത്. കൊച്ചുള്ളി അല്ലെങ്കിൽ സവാള, കറിവേപ്പില. ഇതൊക്കെ ചെറുതായിട്ട് കളർ മാറി തുടങ്ങണം, ഒന്ന് മുരിഞ്ഞു തുടങ്ങണം. ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി ഓർ സവാള. ഇനി കുറച്ച് ബീൻസ്, ക്യാരറ്റ് ആൻഡ് ഗ്രീൻ പീസ് എല്ലാം ഇരിക്കട്ടെ, കുഴപ്പമില്ല. എല്ലാ രീതിയിലും നോക്കിയാൽ ഇത് ഹെൽത്തിയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം ഞാൻ ചേർത്തുകൊണ്ടേയിരിക്കുന്നത്. ഈ ഉപ്പുമാവിന് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താൽ കുറച്ച് കളർഫുള്ളാകും. മാത്രമല്ല അത് ഹെൽത്തിന് നല്ലതാണല്ലോ. മഞ്ഞൾ, ടർമറിക് ഒരു 1/4 ടീസ്പൂൺ അത്ര മതി. ചാമയരി കുതിർത്ത വെള്ളം ഒന്ന് തിളപ്പിക്കാം ഒരു സൈഡിൽ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു. ഇനി അതിലേക്ക് ചാമ തീ ഒരല്പം കുറയ്ക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരല്പം ഈർപ്പം ഉണ്ടല്ലോ അതിനകത്ത്. ഞാൻ ഫുൾ വെള്ളം ഊറ്റിയിട്ടില്ല, ഒരല്പം ഈർപ്പം അതിനകത്തുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവിന് ഉപ്പ് വേണ്ടേ? ഉപ്പുമാവിന് ആവശ്യമുള്ള ഉപ്പ്. ഇത് നല്ല കുതിർന്നിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം.
ഇതിനാവശ്യമുള്ള വെള്ളം, കുതിർന്ന വെള്ളം തിളപ്പിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, ഇത് കുതിർത്ത വെള്ളം തന്നെയാണ്. ഇത് 2 കപ്പാണ് ഉപയോഗിച്ചത്. ആ 2 കപ്പുണ്ട്. ഒരു തിള വന്നോട്ടെ, എല്ലാം കൂടി കിടന്നിട്ട്. എന്നിട്ട് പാത്രം അടച്ചിട്ട് വേവിക്കും. വറ്റണം. തിളച്ച് തുടങ്ങിയിട്ട് എല്ലാം കൂടി കിടന്നൊരു തിള വരട്ടെ, എന്നിട്ട് അടയ്ക്കും. അങ്ങനെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഗെറ്റിംഗ് റെഡി. ഇത് ഒരുപാട് ന്യൂട്രിറ്റീവ് വാല്യൂസ് ഉള്ളതാണ്. എല്ലാ അസുഖക്കാർക്കും കഴിക്കാം. ഷുഗർ, പിന്നെന്താ കൊളസ്ട്രോൾ, എവ്രിതിങ്. തിള വന്നു തുടങ്ങി. ഇനി പാത്രം അടച്ചിടാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പാത്രം അടച്ചു. ഇത് നല്ലതായിട്ട് വേകട്ടെ. ഏകദേശം വറ്റും. അപ്പോൾ അടുപ്പ് മാറ്റിയിട്ട് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും കൂടി ഇട്ട് ഫിനിഷ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി നാരങ്ങാ നീരും കൂടി ഒഴിച്ച് ഇളക്കി കഴിഞ്ഞാലും ഗംഭീരമായിരിക്കും. പക്ഷേ അത് ഓപ്ഷണലാണ്. എല്ലാ കാര്യവും നമുക്ക് ഓപ്ഷണലാണ്. ഇതിനകത്ത് എന്ത് ഇടണം ഇടണ്ട എന്നുള്ള കാര്യം. ഇപ്പോൾ പച്ചമുളക് ഇങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. വേണമെങ്കിൽ ഇച്ചിരി മസാല ടൈപ്പ് ഉപ്പുമാവാക്കാം. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്തായാലും ചെയ്ത് കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ആ ഒരു സ്റ്റൈലിൽ വേണമെങ്കിൽ ചെയ്തെടുക്കും. എന്ത് ചെയ്തെടുത്താലും ടേസ്റ്റി ആയിരിക്കണം, അത്രേ ഉള്ളൂ. ആൻഡ് ഹെൽത്തി ആയിരിക്കണം. ഇത് എങ്ങനെ നോക്കിയാലും ഹെൽത്തി ആൻഡ് ടേസ്റ്റി. നമ്മളൊരു ഗോതമ്പ് ഉപ്പുമാവൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉള്ളൂ. വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി. ഇനി അടപ്പ് തുറക്കാം. ഇതിപ്പോൾ നോക്കിയാൽ കറക്റ്റ് പാകത്തിന് വെന്ത, തമ്മിൽ ഒട്ടാണ്ട് കറക്റ്റ് വെയിന് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. ലാസ്റ്റ് കുറച്ച് തേങ്ങ ചിരകിയത് നമ്മുടെ ഇഷ്ടത്തിനിടാം കേട്ടോ, എത്ര വേണമെങ്കിലും. എനിക്ക് തേങ്ങ കൂടുതൽ ഇഷ്ടമാണത് കാരണം 1/2 കപ്പ് ഇടുന്നു. 1/2 മുതൽ 1 കപ്പ് തേങ്ങ വരെ ആവാം. കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. എന്ത് പെർഫെക്റ്റായിട്ട് കിട്ടി നോക്കിയേ, ഒട്ടും കുഴയാണ്ട്. ഇനി നിങ്ങൾക്കിത് കുഴഞ്ഞ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇപ്പോൾ 2 കപ്പ് വെള്ളമാണ് 1 കപ്പ് ചാമയ്ക്ക് ഉപയോഗിച്ച്. അതിന് പകരം ഒരു 3 കപ്പോ മറ്റോ എടുത്തു കഴിഞ്ഞാൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെന്ത് കുഴഞ്ഞ് ആ ഒരു രീതിയിലുള്ള ഉപ്പുമാവ് റെഡിയാവും. പക്ഷേ ഇതിവിടെ എങ്ങനെയാണ് ഇഷ്ടം, അത് കാരണം ഇതിങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ തേങ്ങ കുറച്ചേ ചേർത്തുള്ളൂ, 1/2 കപ്പ്. ഇച്ചിരി കൂടെ വേണമെങ്കിലും ആകാം. തേങ്ങ കുറേ വേണം. അപ്പോൾ തേങ്ങ ഇല്ലാത്ത സ്ഥലത്തെ ആൾക്കാർക്കാണെങ്കിൽ ഫ്രഷ് തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്താലും മതി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ ഗംഭീരമാകും. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരല്പം മീൻസ് അല്പം 1/2 ടീസ്പൂൺ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ. ഹാഫും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഒട്ടും വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. പഞ്ചസാര ഒട്ടും വേണ്ട. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കോ ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പഞ്ചസാര ഒന്നും ചേർക്കരുത്. അല്ലാണ്ട് ജനറലായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി എക്സ്ട്രാ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കും. കഴിഞ്ഞു കേട്ടോ, അത്രേ ഉള്ളൂ. ഫിനിഷ്ഡ്. സിമ്പിൾ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞു. രാവിലത്തെ കലാപരിപാടി ഇതാണ്. ഇത് ചാമ ഉപ്പുമാവ്. ഇപ്പോൾ ഇത് കുതിർത്ത വെള്ളം നമ്മൾ എടുക്കുമ്പോൾ ചെറിയ ഫെർമെൻറ്റഡ് വാട്ടറാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ ഗുണമുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു പുളിച്ച ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു മണമൊക്കെ ചെറുതായിട്ടെങ്കിലും വരും, ഒരല്പം. അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കേണ്ട. പക്ഷേ അത് ഭയങ്കര ന്യൂട്രിറ്റീവാണ്. അത് ഉപയോഗിച്ചാൽ കൂടുതൽ ഗുണം കിട്ടും. ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ചാലും മതി, അത് മാറ്റിയിട്ട്. പക്ഷേ ഇതിൻ്റെ ഫുൾ സത്ത വെള്ളത്തിലാണ്. അങ്ങനെ പുളിച്ചു പോകുന്നില്ല, എങ്കിലും ഒരു ചെറിയൊരു പുളി. പിന്നെ നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ടേസ്റ്റി യമ്മി തിങ്. ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ സ്പൂൺ എടുത്തിട്ട് ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. ആരും കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കഴിച്ച് കാണിക്കാൻ പോവാണ്. അയ്യാ ചൂടാ. ടേസ്റ്റി. ഞാൻ പറഞ്ഞ ചെറിയൊരു പുളിയുണ്ട്. അത് ആ വെള്ളം ആയതുകൊണ്ട്. ആ വെള്ളം അല്ലെങ്കിൽ ആ പുളി ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണ ഒരു ഗോതമ്പ് റവയൊക്കെ നമ്മൾ കഴിക്കില്ലേ, അതുകൊണ്ട് ആ ഒരു ടെക്സ്ചറാണ്. പക്ഷേ ഇത് ഇച്ചിരി കൂടെ വേവിച്ച് കുറച്ചുകൂടി കുഴഞ്ഞ രീതിയിലാക്കി കഴിച്ചാലും ചിലർക്ക് അങ്ങനെ ഇഷ്ടമാവും. രുചി എക്സലൻ്റ് ആണ്, ഗുണം അതിലും കൂടുതലാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ അങ്ങനെയും കൂടി ആലോചിക്കണം. ഇപ്പം നാരങ്ങ നീരൊക്കെ ഒഴിച്ച പോലെ തന്നെയുണ്ട്. ഇത്രയും വെജിറ്റബിൾസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, ഇത്രയും ഫൈബർ നമ്മുടെ ഉള്ളിൽ പോകുന്നു, ഇത്രയും പ്രോട്ടീൻ പോകുന്നു. ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഞാൻ വിളമ്പി മേശപ്പുറത്തുകൊണ്ട് വയ്ക്കും. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കഴിച്ചു എന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോവുകയാണ് ലഞ്ച് കഴിക്കുക. അപ്പോൾ ഇന്നിവിടെ ലഞ്ച് മേക്കിംഗ്.
അപ്പോൾ ഉച്ചക്കലത്തെ വിശേഷമൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ ഇതൊക്കെ റെഡിയാക്കി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി പുറത്തേക്ക് പോകും ഉച്ചയാകുമ്പോൾ. ഓക്കെ, അമ്മയുടെ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളിന്ന് ട്രിവാൻഡ്രം ക്ലബ്ബിലാണ് പ്ലാൻ, ലഞ്ച് അവിടെയാണ്. ഓക്കെ, അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം എല്ലാം കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. വിഷ്ണു മുങ്ങുന്നുണ്ട്, അനുക്കുട്ടി, ഞങ്ങൾ ട്രിവാൻഡ്രം ക്ലബ്ബിലേക്ക് പോവാണ്. അമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, ഞങ്ങൾക്ക് ലഞ്ച് ഇന്ന് വെളിയിലാണ്. അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ചിട്ടാണ് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ എത്തും. ബൂച്ചേട്ടനും അമ്മയും എല്ലാവരും അവിടെ ഉണ്ടാവും. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇച്ചിരി ലേറ്റായി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എത്താൻ പോണേ. അങ്ങനെ വഴുതക്കാടുള്ള ട്രിവാൻഡ്രം ക്ലബ്ബിൽ എത്തിക്കഴിഞ്ഞു. എല്ലാവരും എത്തിക്കഴിഞ്ഞു. ബൂച്ചേട്ടനും അമ്മയും. ഇന്നത്തെ ബർത്ത്ഡേ ഗേള് അമ്മയാണ്. അമ്മ, പിന്നെ അമ്മയുടെ സിസ്റ്റർ പൗട്ടിച്ചിറ്റയും രവി അങ്കിളും പിന്നെ ബൂച്ചേട്ടൻ, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളും കൂടി എത്തിക്കഴിഞ്ഞപ്പോൾ കോറം പൂർത്തിയായി. പക്ഷേ എല്ലാവരും ഉണ്ടോയെന്ന് വെച്ചാൽ എല്ലാവരും ഇല്ല. ബാക്കി 2 ബ്രദേഴ്സും ഫാമിലിയൊക്കെ ബാംഗ്ലൂരാണ്. പക്ഷേ ട്രിവാൻഡ്രത്തുള്ള നമ്മൾ എല്ലാവരും സീറ്റഡാണ്. നല്ലൊരു വെജിറ്റേറിയൻ സദ്യയാണ് കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. പിറന്നാളല്ലേ, പിറന്നാളിന് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ സദ്യ ഉണ്ടാവാറാണല്ലോ പതിവ്. മാത്രമല്ല അമ്മ പ്യുവർ വെജാണ്. നല്ല സദ്യയായിരുന്നു. എല്ലാ കറികളും ഒക്കെ ഉണ്ട്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല പരിപ്പും പപ്പടവും നെയ്യും ഒക്കെ കൂട്ടി അവസാനം പായസവും ഒക്കെ ആയിട്ട് നല്ലൊരു ഊണ്. അങ്ങനെ ബർത്ത്ഡേ സദ്യയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എത്രയും പെട്ടെന്ന് തിരിച്ച് അമ്മയുടെ ഫ്ലാറ്റിലേക്ക് പോവാണ്. കാര്യം കേക്ക് കട്ടിങ് അവിടെയാണ്. അമ്മ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തെത്തി കഴിഞ്ഞു. വളരെ അടുത്ത് തന്നെയാണ്, എല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. 2 ബർത്ത്ഡേ കേക്ക്സ് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഒന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, വേറൊരെണ്ണം ഉള്ളത് ഫ്രഷ് മാംഗോ കേക്ക്. അങ്ങനെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നു. Happy birthday to you. Happy birthday to you. Happy birthday dear Ravi. Happy birthday to you. Yes. 2 ബ്രദേഴ്സ് ബാംഗ്ലൂരാണെന്ന് ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ ബാക്കി 2 ആൺകുട്ടികൾ. അപ്പോൾ അവരും അവരുടെ മക്കളും എല്ലാവരും കേക്ക്സ് ഓൾറെഡി ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഡെലിവറി ഉണ്ടാവുമല്ലോ, നല്ല രസമുണ്ട്. അപ്പോൾ ഈ കേക്ക്സ് എല്ലാം വെയിറ്റിംഗ് ആയിരുന്നു കട്ട് ചെയ്യാനായിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഇനി അടുത്തത് 2ാമത്തെ ബർത്ത്ഡേ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കട്ട് ചെയ്യുന്നത്. Happy birthday to you. Happy birthday dear Ravi. Happy birthday to you, Lekshmi. Yes. വിജയത്തോടുകൂടി വിജയത്തോടുകൂടി അനേക വർഷം കൊണ്ടാടുക. എന്താ പറയുക, ആരോഗ്യത്തോടുകൂടി. അങ്ങനെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളുമൊക്കെ നേർന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ ഒത്തുകൂടിയ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.